സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a number when divided successively by 6, 7, 8, then it leaves remainders 3, 5, 4 respectively. What will be the remainders when such least possible number is divided successively by 8, 7, 6? അതായത് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര റിമൈൻഡർ വന്നു? അപ്പോൾ കോഷ്യൻ്റ് ആണ്, ഡിവൈസർ ആണെന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത്. ആ സമയത്ത് റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? റിമൈൻഡർ 6 വെച്ച്, ആ നമ്പറിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 കിട്ടി. ഇനി ഒരു കോഷ്യൻ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. കോഷ്യൻ്റ് എന്താ? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ആ ഒരു ആൻസർ ഉണ്ടാവുമല്ലോ. ആ ആൻസർ Q1 ആണെന്ന് വയ്ക്കുക. അതായത് ഒരു നമ്പർ, ആ നമ്പറിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 കിട്ടി. അപ്പോൾ നമുക്കൊരു കോഷ്യൻ്റ് കിട്ടും Q1. ഇനി അടുത്തത് ആ കോഷ്യന്റിനെയാണ് 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ കാര്യത്തിൽ കൺഫ്യൂഷൻ വരരുത്. ആ കോഷ്യന്റിനെയാണ് 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ആ കോഷ്യന്റിനെ, അടുത്ത കോഷ്യന്റിനെ, അതായത് Q1നെ 7 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 5 കിട്ടി. ഓക്കെ, അപ്പോഴൊരു പുതിയൊരു കോഷ്യന്റ്, അതായത് Q1നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വേറൊരു കോഷ്യന്റ് ഉണ്ടാവുമല്ലോ, അതാണ് Q2. ഓക്കെ, അപ്പോൾ Q2 എന്ന് പറയുന്നത് അടുത്തൊരു കോഷ്യന്റ്. അടുത്തത് ഈ Q2വിനെയാണ് 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. 8 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര റിമൈൻഡർ കിട്ടി? 4 റിമൈൻഡർ കിട്ടി. ഓക്കെ, അപ്പോഴൊരു കോഷ്യന്റ് ഉണ്ടാവും. ഇവിടെ ആക്ച്വലി കോഷ്യന്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാനിവിടെ ഈ കോഷ്യന്റ് പറയാൻ കാരണം, ഈ ആദ്യത്തെ നമ്പറിനെയാണ് 6 വെച്ചും, പിന്നെ ആ എക്സിനെ തന്നെയാണ് 7ഉം, ആ എക്സിനെ തന്നെയാണ് 8ഉം വെച്ച് ഡിവൈഡ് ചെയ്തതെന്ന് വിചാരിക്കാതിരിക്കാനാണ് ഞാൻ കോഷ്യന്റിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, ഒരു നമ്പറിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 3 കിട്ടി റിമൈൻഡർ. ആ കിട്ടിയ ആൻസറിനെയാണ് 7 വെച്ച് ഡിവൈഡ് ചെയ്തത്, അപ്പോൾ റിമൈൻഡർ 5 കിട്ടി. അപ്പോൾ കിട്ടിയ ആൻസറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പോൾ റിമൈൻഡർ 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിനെ, അതായത് ഈ ആദ്യത്തെ നമ്പറിനെ എന്താണ് 8, 7, 6 എന്ന രീതിയിൽ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ റിമൈൻഡേഴ്സ് വരാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഡിവൈസേഴ്സ് എടുത്തെഴുതുക. ഇവിടുത്തെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? ആദ്യം 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ റിമൈൻഡേഴ്സ് കിട്ടിയത് എങ്ങനെയാണ്? 6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ 3 ആണ്. 7 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ 5 ആണ്. 8 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ 4 ആണ്. സോ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഡേറ്റാസ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഒറിജിനൽ നമ്പർ അല്ല കിട്ടുന്നത്, എന്നാൽ ഒറിജിനൽ നമ്പറിൻ്റെ ഒരു ഏകദേശ ഫോം കിട്ടാൻ ഇത്ര ചെയ്താൽ മതി. ഈ 8, 4 കൂടെ ആഡ് ചെയ്യുക. 8, 4 എത്രയാണ്? 12. ആ 8, 4 കൂടെ ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്തതിനെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് 5 കൊണ്ട് ആഡ് ചെയ്യുക. ആ കിട്ടിയതിനെ അടുത്ത 6 കൊണ്ട് ഇൻറ്റു ചെയ്യുക, റിമൈൻഡർ 3 ആഡ് ചെയ്യുക. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നമ്പർ എന്ന് നമ്പറല്ല, നമ്പറിൻ്റെ ഏകദേശം ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുക? 8, 4 കൂടെ ആഡ് ചെയ്യുക. ആ 8, 4 ആഡ് ചെയ്തതിന് 7 കൊണ്ട് ഇൻറ്റു ചെയ്ത് 5 കൂട്ടുക. ആ കിട്ടിയതിന് 6 കൊണ്ട് ഇൻറ്റു ചെയ്ത് 3 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിക്കേ. 8, 4 12 ആണ്. 12 ഇൻറ്റു 7 84 വരും. 84 പ്ലസ് 5 89. 89 പ്ലസ് 6 എത്രയാണ്? 89 പ്ലസ് 6 എന്ന് പറയുന്നത് 534 ആണ്. 534 പ്ലസ് 3 എത്ര വരും? 537 വരും. സോ നമുക്ക് 537 ആണ് നമ്പർ കിട്ടിയത്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 537 എന്ന നമ്പറിനെ ഈ തന്നിരിക്കുന്ന അടുത്ത ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പേഴ്സ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. 8 കൊണ്ട്, പിന്നെ 7 കൊണ്ട്, പിന്നെ 6 കൊണ്ട്. അപ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് നോക്കിയാൽ മതി. നോക്കാം. ആദ്യം നമുക്ക് 537നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 537നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6 8 48, ബാലൻസ് 5 57, 6 8 48, 7 8 56. റിമൈൻഡർ എത്ര വന്നു? 1. സോ ആദ്യത്തെ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. 1 വരുന്ന ഓപ്ഷനിൽ 2 എണ്ണം ഉണ്ട്, ഇതും ഉണ്ട്. അതിലേതാണെന്ന് നോക്കാം. സോ ഇവിടെ റിമൈൻഡർ 1 വന്നു. പിന്നെ ഈ കിട്ടിയ കോഷ്യന്റിനെയാണ് അടുത്ത 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ 67നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 7 49, 9 7 63 അല്ലേ? റിമൈൻഡർ 4. സോ അടുത്ത റിമൈൻഡർ എത്രയാണ്? 4. സോ 1 4 എന്ന രീതിയിൽ ഇത് വരില്ല. 1 4 എന്ന് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് 3 കൂടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. അടുത്ത കോഷ്യന്റ് 67നെ 7 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 4 കിട്ടി. കോഷ്യന്റ് എത്രയാണ്? 9. ആ 9നെ എത്ര വെച്ചിട്ട് കട്ട് ചെയ്യണം? 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 3 അല്ലേ വരിക. സോ ആൻസർ എന്ന് പറയുന്നത് 1 4 3. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
Three bells ring simultaneously at 11 a.m. They ring at regular intervals of 20 minutes, 30 minutes, 40 minutes respectively. The time when all the three bells ring together next is. Okay. 3 bells ഉണ്ട്, 3 bells ഉണ്ട്. അപ്പോൾ bell 1, bell 2, bell 3. ഈ 3 ബെൽസും ഒരുമിച്ച് എന്ത് ചെയ്തു? 11 മണിക്ക്, രാവിലെ 11 മണിക്ക് 11 AM റിങ് ചെയ്തു. ഓക്കെ. എന്നിട്ട് പിന്നെ ഈ 3 ബെൽസും റിങ് ചെയ്യുന്നത് ഒരേ ടൈം ഫ്രീക്വൻസിയിലല്ല. ഒന്നാമത്തെ ബെല്ല് 20 മിനിറ്റ് കൂടുമ്പോൾ റിങ് ചെയ്യും. രണ്ടാമത്തെ ബെല്ല് 30 മിനിറ്റ് കൂടുമ്പോൾ റിങ് ചെയ്യും. മൂന്നാമത്തെ ബെല്ല് 40 മിനിറ്റ് കൂടുമ്പോൾ റിങ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദ ടൈം വെൻ ഓൾ ദ 3 ബെൽസ് റിങ് ടുഗദർ, ഈ 3 ബെല്ല് ഒരുമിച്ച് റിങ് ചെയ്യുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ബെല്ല് എന്താണ്? 20 മിനിറ്റ് കൂടുമ്പോഴാണ് റിങ് ചെയ്യുന്നത്. അതായത് 11 മണിക്ക് ഇവർ 3 പേര് ഒരുമിച്ച് റിങ് ചെയ്തല്ലോ. അതായത് ഒന്നാമത്തെ ബെല്ലും റിങ് ചെയ്തു. രണ്ടാമത് ആ ബെല്ല് റിങ് ചെയ്യാനുള്ളത് എപ്പോഴാ? 11 മണി കഴിഞ്ഞ് പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞ് 11:20 20ാമത്തെ മിനിറ്റിൽ റിങ് ചെയ്യും. പിന്നെ 11:40, അതായത് 40ാമത്തെ മിനിറ്റിൽ പിന്നെ റിങ് ചെയ്യും. അടുത്തത് 60ാമത്തെ മിനിറ്റിൽ പിന്നെ റിങ് ചെയ്യും. പിന്നെ 80ാമത്തെ മിനിറ്റിൽ റിങ് ചെയ്യും. 100ാമത്തെ മിനിറ്റിൽ റിങ് ചെയ്യും. 120ാമത്തെ മിനിറ്റിൽ റിങ് ചെയ്യും. അല്ലേ? ഇങ്ങനെ ഇതാണ് എന്ന് പറയുന്നത് ബെല്ല് 1ന്റെ ടൈം ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബെല്ല് എന്താണ്? 30 മിനിറ്റ് കൂടുമ്പോഴാണ് റിങ് ചെയ്യുന്നത്. അതായത് 11 മണിക്ക് റിങ് ചെയ്താൽ പിന്നെ അടുത്ത 30ാമത്തെ മിനിറ്റിലാണ് റിങ് ചെയ്യുക. പിന്നെ അടുത്ത 60ാമത്തെ മിനിറ്റിൽ, 11 മണി കഴിഞ്ഞിട്ടുള്ള 60ാമത്തെ മിനിറ്റിൽ, പിന്നെ 90ാമത്തെ മിനിറ്റിൽ, 120ാമത്തെ മിനിറ്റിൽ, പിന്നെ 150ാമത്തെ മിനിറ്റിൽ, 180ാമത്തെ മിനിറ്റിൽ, അങ്ങനെയാണ് ആര് റിങ് ചെയ്യുക? രണ്ടാമത്തെ ബെല്ല് റിങ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ബെല്ലോ? മൂന്നാമത്തെ ബെല്ല് 40 മിനിറ്റ് കൂടുമ്പോഴാണ് റിങ് ചെയ്യുക. അതായത് ആദ്യത്തെ 11 മണി കഴിഞ്ഞ് ആദ്യത്തെ 40ാമത്തെ മിനിറ്റിൽ റിങ് ചെയ്താൽ പിന്നെ 80ാമത്തെ മിനിറ്റിൽ റിങ് ചെയ്യും. പിന്നെ 120ാമത്തെ മിനിറ്റിൽ റിങ് ചെയ്യും. പിന്നെ 160ാമത്തെ മിനിറ്റിൽ റിങ് ചെയ്യും. പിന്നെ 200ാമത്തെ മിനിറ്റിൽ റിങ് ചെയ്യും. അല്ലേ? അങ്ങനെ പോകും. നോക്കിക്കേ, ഇവർ പലരും ഈ 3 ബെല്ലും പല പല മിനിറ്റ്സിലാണ് റിങ് ചെയ്യുന്നത്. പക്ഷേ ഇവർ 3 പേര് ഒരുമിച്ച് റിങ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മിനിറ്റ് ഉണ്ടോ? നോക്കിക്കേ, 80 ഇല്ല, 120. നോക്കിയേ, 120ാമത്തെ മിനിറ്റിൽ ഈ 3 ബെല്ലും എന്ത് ചെയ്യുന്നുണ്ട്? റിങ് ചെയ്യുന്നുണ്ട്. അല്ലേ? 120ാമത്തെ മിനിറ്റിൽ ഈ 3 ബെല്ലും എന്ത് ചെയ്യുന്നുണ്ട്? റിങ് ചെയ്യുന്നുണ്ട്. ഇവ 3 ബെല്ലും ഒരുമിച്ച് റിങ് ചെയ്യുന്ന സമയം എന്താണ്? 11 മണി കഴിഞ്ഞിട്ടുള്ള 120ാമത്തെ മിനിറ്റിൽ അവർ 3 പേരും പിന്നെയും ഒരുമിച്ച് റിങ് ചെയ്യും. 11 മണി കഴിഞ്ഞിട്ടുള്ള 120ാമത്തെ മിനിറ്റിൽ അവർ ഒരുമിച്ച് റിങ് ചെയ്യും. നോക്കിക്കേ, ഈ 120 എന്ന് പറയുന്നത് എന്താണ്ടേ? ഈ 20ന്റെയും 30ന്റെയും 40ന്റെയും LCM ആണ് ആരെന്ന് പറയുന്നത്? 120 എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരുമിച്ച് റിങ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ടൈം ഇന്റർവെല്ലിന്റെ LCM കണ്ടുപിടിച്ചാൽ മതി. ഒരുമിച്ച് റിങ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ടൈം ഇന്റർവെല്ലിന്റെ LCM കണ്ടുപിടിച്ചാൽ മതി. സോ 20, 30, 40ന്റെ LCM എന്ന് പറയുന്നത് 120 ആണ്. സോ 11 മണിക്ക് അവർ ഒരുമിച്ച് റിങ് ചെയ്തു എന്ന് പറഞ്ഞു. അടുത്തത് പിന്നെ അവർ ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത് 11 മണി കഴിഞ്ഞിട്ടുള്ള 120ാമത്തെ മിനിറ്റിൽ. 120ാമത്തെ മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. സോ 120 എന്ന് പറയുന്നത് 60 + 60 120 അല്ലേ? 2 മണിക്കൂർ. അതായത് 11 മണി കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ പിന്നെ ഒരുമിച്ച് റിങ് ചെയ്യും. അതായത് 11 AM കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ എത്ര മണിയാണ്? 12 AM. 12 AM കഴിഞ്ഞിട്ട് 1 PM അല്ലേ? ഉച്ചയ്ക്ക് 1 മണിക്കാണ് പിന്നെ അവരെന്ത് ചെയ്യാൻ പോകുന്നത്? ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, 1 PM. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5 bells begin to toll together at intervals of 9 seconds, 6 seconds, 10 seconds, 8 seconds respectively. How many times will they toll together in the span of 1 hour? അതായത് എന്താണ്? 5 ബെൽസ് ഉണ്ട്. അവർ എങ്ങനെയാണ് റിങ് ചെയ്യുന്നത്? ഒന്നാമത്തെ ആള് 9 സെക്കൻഡ്, ഒന്നാമത്തെ ആള് 9 സെക്കൻഡ് കൂടുമ്പോഴാണ് റിങ് ചെയ്യുക. അല്ലേ? ഒന്നാമത്തെ ആള് 9 സെക്കൻഡ് കൂടുമ്പോൾ റിങ് ചെയ്യും. രണ്ടാമത്തെ ആള് 6 സെക്കൻഡ് കൂടുമ്പോൾ റിങ് ചെയ്യും. മൂന്നാമത്തെ ആള് 4 സെക്കൻഡ് കൂടുമ്പോൾ റിങ് ചെയ്യും. നാലാമത്തെ ആള് 10 സെക്കൻഡ് കൂടുമ്പോൾ റിങ് ചെയ്യും. അഞ്ചാമത്തെ ആള് 8 സെക്കൻഡ് കൂടുമ്പോൾ റിങ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ സ്പാനിൽ, 1 മണിക്കൂറിനകത്ത് ഇവർ എത്ര തവണ റിങ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1 മണിക്കൂറിനകത്ത് ഇവർ എത്ര തവണ റിങ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവർ ഓരോരുത്തർക്കും ഓരോ ഇന്റർവെൽ ഉണ്ടല്ലേ?
9, 6, 4, 10, 8. സോ ഇവർ ഒരുമിച്ച് റിങ് ചെയ്യുന്ന ആ ഇന്റർവെല്ല് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. ഒരുമിച്ച് റിങ് ചെയ്യുന്ന ഈ 5 പേര് ഒരുമിച്ച് റിങ് ചെയ്യുന്ന ആ ഇന്റർവെല്ല് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ LCM അല്ലേ കണ്ടുപിടിക്കുക, ഇവരുടെ LCM കണ്ടുപിടിക്കും. സോ 9, 6, 4, 10, 8ന്റെ LCM നമ്മൾ കണ്ടുപിടിക്കും. എത്രയാണ് LCM എന്ന് പറയുന്നത്? LCM ഇവിടെ 3 സ്ക്വയർ, 2 into 3, 2 സ്ക്വയർ, 2 into 5, 2 ക്യൂബ്. സോ LCM 3 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 5 വരും. എത്രയാണ്? 9 ഇൻറ്റു 8 ഇൻറ്റു 5, 40 ഇൻറ്റു 9, 360. സോ LCM എന്ന് പറയുന്നത് 360 സെക്കൻഡ് ആണ്. ഓക്കെ, 360 സെക്കൻഡ് ആണ്. അതായത് എന്താണ്? ഈ 5 ബെൽസും ഒരുമിച്ച് റിങ് ചെയ്യുന്ന ഇന്റർവെൽസ് എന്താണ്? ഓരോ 360 സെക്കൻഡ് കഴിയുമ്പോഴും എന്ത് ചെയ്യും? ഇവർ 5 പേരും ഒരുമിച്ച് റിങ് ചെയ്യും. ഓരോ 360 സെക്കൻഡ് കഴിയുമ്പോഴും ഇവർ 5 പേരും ഒരുമിച്ച് എന്ത് ചെയ്യും? റിങ് ചെയ്യും. സോ 360 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? അതിനെന്ത് ചെയ്താൽ മതി? 320/60 ചെയ്താൽ മതി. 6 മിനിറ്റ് ആണല്ലേ. സോ ഓരോ 6 മിനിറ്റ് കൂടുമ്പോഴും ഇവരെന്ത് ചെയ്യും? ഓരോ 6 മിനിറ്റ് കൂടുമ്പോഴും ഇവർ ഒരുമിച്ച് റിങ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഓരോ 6 മിനിറ്റ് കൂടുമ്പോഴും ഇവർ ഒരുമിച്ച് റിങ് ചെയ്യാൻ കൂടും. അങ്ങനെയാണെങ്കിൽ 1 അവറിൽ ഇവർ എത്ര തവണ റിങ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഓരോ 6 മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് റിങ് ചെയ്യുന്നത്. അപ്പോൾ 1 അവറിൽ എത്ര തവണ റിങ് ചെയ്യുമെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ 1 അവറിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 6 മിനിറ്റ് ആണ് എന്താന്ന് പറയുന്നത്? ഇന്റർവെൽ എന്ന് പറയുന്നത്. ഈ അവറിനെ ഈ മിനിറ്റിലോട്ട് മാറ്റുക. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. സോ നമ്പർ ഓഫ് ഒരുമിച്ച് റിങ് ചെയ്യുന്നതിന്റെ എണ്ണം എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ 6, 10. പക്ഷെ 10 അല്ല, ഈ 10 എന്താ? 1 മണിക്കൂറിനകത്ത് അവർ എത്ര തവണ റിങ് ചെയ്യും? അവർ അതിനു മുന്നേ എന്താണ്? ആദ്യത്തെ തവണ, അതായത് 1 മണിക്കൂർ തുടങ്ങുന്ന ആ ഒരു പോയിന്റിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഒരുമിച്ച് റിങ് ചെയ്താണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ 6 മിനിറ്റ് കൂടുമ്പോഴും ഇവർ റിങ് ചെയ്യുന്നുണ്ട്. സോ എന്താണ്? നമ്മൾ ഈ 10 എന്ന് പറയുന്നത് എന്താണ്? ആ 1 മണിക്കൂറിനകത്തെ. അവിടെ എന്താണ്? ആദ്യത്തെ ആ റിങ് എന്താവുന്നില്ല? കൂട്ടിയിട്ടില്ല, അത് ഇൻക്ലൂഡ് അല്ല. സോ ഒരുമിച്ച് റിങ് ചെയ്യുന്നത് 1 മണിക്കൂറിനകത്ത് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ആ ആദ്യത്തെ റിങ്, ആ തുടങ്ങുന്ന സമയത്തെ ആ ഒരുമിച്ച് റിങ് ചെയ്യുന്ന ആ ഒരു ടൈംസും കൂടെ നമ്മൾ കൂട്ടണം. സോ ടോട്ടൽ എന്ന് പറയുന്നത് 11 തവണ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ 1 മണിക്കൂറിനകത്ത് റിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. എന്താ? നമുക്ക് 1 മണിക്കൂറിൽ എത്ര തവണ റിങ് ചെയ്യുന്നോണ്ടാണ് ചോദിച്ചത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? സോ ഒരുമിച്ച് റിങ് ചെയ്യുന്ന ഇന്റർവെല്ല് കാണുക. അതിനെന്ത് ചെയ്യുക? ഓരോ ബെല്ലിന്റെയും ടൈം ഇന്റർവെൽ തന്നിട്ടുണ്ട്. അതിന്റെ LCM കണ്ടു. അത് എത്രയാണ്? 360 സെക്കൻഡ് ആണ്. 360 സെക്കൻഡ് എന്ന് പറയുന്നത് 6 മിനിറ്റ് ആണ്. സോ 6 മിനിറ്റിനകത്ത് 6 മിനിറ്റ് കൂടുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഒരുമിച്ച് റിങ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂറിനകത്ത് എത്ര തവണ റിങ് ചെയ്യുന്ന അറിയാൻ എന്ത് ചെയ്യുക? അവർ ആദ്യം 1 തവണ റിങ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത 6 മിനിറ്റ് കൂടുമ്പോഴാണ് രണ്ടാമത് റിങ് ചെയ്യുക. പിന്നെ അടുത്ത 6 മിനിറ്റ് കൂടുമ്പോൾ മൂന്നാമത് റിങ് ചെയ്യും. അടുത്ത 6 മിനിറ്റ് കൂടുമ്പോൾ നാലാമത് റിങ് ചെയ്യും. സോ അങ്ങനെ എത്ര തവണ റിങ് ചെയ്യുമെന്ന് അറിയാൻ എന്ത് ചെയ്യുക? ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്ന പീരീഡ് എത്രയാണ്? 1 അവറാണ്. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ആ 60 മിനിറ്റിൽ ഒരുമിച്ച് റിങ് ചെയ്യാൻ എടുക്കുന്ന സമയം 6 ആണ്. സോ 60/6, 10 ടൈംസ് ആണ് ഇവരെന്ത് ചെയ്യുക? റിങ് ചെയ്യാൻ എടുക്കുക. പക്ഷെ അവിടെ തന്നെ ആ 10 ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടം തൊട്ടാണ് ഈ ആദ്യത്തെ ആദ്യം ആ റിങ് ചെയ്ത് തുടങ്ങുന്നത് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. സോ ആ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 + 1 11. സോ എന്താണ്? 1 മണിക്കൂറിനകത്ത് ഇവർ എത്ര തവണ റിങ് ചെയ്യാൻ ചോദിച്ചാൽ 11 തവണ റിങ് ചെയ്യും. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 bells rings at intervals of 48, 60 and 19 minutes respectively. If all the 3 bells ring together at 10 AM, at what time will all the 3 rings again simultaneously? അതായത് 3 ബെൽസ് ഉണ്ട്. അവർ റിങ് ചെയ്യുന്ന ഇന്റർവെൽസ്, ഒന്നാമത്തെ ബെല്ല് റിങ് ചെയ്യുന്നത് 48 മിനിറ്റ് കൂടുമ്പോഴാണ്. രണ്ടാമത്തെ ബെല്ല് റിങ് ചെയ്യുന്നത് 60 മിനിറ്റ് കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ബെല്ല് റിങ് ചെയ്യുന്നത് 90 മിനിറ്റ് കൂടുമ്പോഴാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ 3 പേര് ഒരുമിച്ച് രാവിലെ 10 മണിക്ക് ഒരുമിച്ച് റിങ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി എപ്പോഴാണ് അവർ 3 പേര് ഒരുമിച്ച് റിങ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുക? ഇവരുടെ LCM കാണണം അല്ലേ? ഇവരുടെ LCM കണ്ടാൽ മതി. സോ ഇവരുടെ LCM എത്രയാണ്? 48 എന്ന് പറയുന്നത് 6 × 8 ആണ്. സോ 2⁴ × 3 വരും. 60 എന്ന് പറയുന്നത് 6 × 10 ആണ്. സോ 2² × 3 × 5 വരും. ഇനി 90 എന്ന് പറയുന്നത് 3² × 2 × 5. സോ LCM എന്ന് പറയുന്നത് 2⁴ × 3² × 5.
2⁴ 16 3 സ്ക്വയർ 9 × 5 16ഉം 5ഉം 80 80ഉം 9ഉം 720. സോ 720 മിനിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇവരുടെ LCM എന്ന് പറയുന്നത്. 720 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര അവറാണ്? അവറിൽ നോക്കാൻ എന്ത് ചെയ്താൽ മതി? 720/60 ചെയ്താൽ മതി പോരെ? അവറിലാക്കാൻ /60 ചെയ്താൽ മതി. സോ എത്ര വരും? 12 അവറാണ്. 720 മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ അടുത്ത 12ാമത്തെ മണിക്കൂറിലാണ് ഇവരിന് ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. അതായത് 10 മണി കഴിഞ്ഞിട്ട് 10 മണിക്ക് അവർ ഒരുമിച്ച് റിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള 12ാമത്തെ മണിക്കൂറാണ് അവരിനി ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. അതായത് 10 AM കഴിഞ്ഞിട്ടുള്ള 12ാമത്തെ മണിക്കൂർ എത്രയാണ്? 10 PM ആണ് അല്ലേ? സോ 10 PM-നാണ് അവരിനി ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 6 bells commence tolling together and toll at intervals of 2, 4, 6, 8, 10 and 12 seconds respectively. In 30 minutes, how many times will they toll together? അപ്പോൾ 6 ബെല്ലുണ്ട്. ആ 6 ബെല്ലിൽ ഓരോ ബെല്ല് റിങ് ചെയ്യുന്നത് 2 സെക്കൻഡ് കൂടുമ്പോൾ, രണ്ടാമത്തെ ബെല്ല് 4 സെക്കൻഡ് കൂടുമ്പോൾ റിങ് ചെയ്യും, അടുത്തത് 6 സെക്കൻഡ് കൂടുമ്പോൾ, പിന്നെ 8 സെക്കൻഡ് കൂടുമ്പോൾ, പിന്നെ 10 സെക്കൻഡ്, പിന്നെ 12 സെക്കൻഡ്. ഈ ഇന്റർവെല്ലിലാണ് 6 ബെല്ലും റിങ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റിനകത്ത് ഇവർ എത്ര തവണ റിങ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുക? ഇവരുടെ LCM കാണുക. ഇവരുടെ LCM ആണ് നമുക്ക് ആദ്യം കാണേണ്ടത് അല്ലേ? ഒരുമിച്ച് റിങ് ചെയ്യുന്ന ടൈം ഇന്റർവെല് കാണാൻ എന്ത് ചെയ്യണം? ഇവരുടെ LCM കാണണം. ഇവരുടെ LCM എത്രയാണ്? ഇവിടെ 2³ × 3 × 5 അല്ലേ? അതായത് 8 × 5 40, 14 × 3 120. അതായത് 120 സെക്കൻഡാണ് ഇവരുടെ LCM എന്ന് പറയുന്നത്. ഇവരുടെ LCM എത്രയാണ്? LCM 120 സെക്കൻഡ്. അതായത് 120 സെക്കൻഡ് കൂടുമ്പോഴാണ് ഈ 6 ബെല്ലും എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ആണ്? 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ മിനിറ്റ് ആക്കാൻ /60 ചെയ്യാം, 2 മിനിറ്റ് അല്ലേ? സോ 2 മിനിറ്റ് ഇന്റർവെല്ലിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ 6 പേര് ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇവർ 6 പേരും എന്ത് ചെയ്യും? ഒരുമിച്ച് റിങ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റിൽ ഇവർ എത്ര പ്രാവശ്യം റിങ് ചെയ്യും? 30 മിനിറ്റിൽ എന്താണ്? ഓരോ 2 മിനിറ്റിൽ റിങ് ചെയ്യും. സോ എത്ര തവണ റിങ് ചെയ്യും? 30/2 15 കിട്ടി. 15 തവണയാണോ റിങ് ചെയ്യുന്നത്? അല്ലല്ലേ. ഈ 15-ൽ ആരില്ല? ആദ്യം റിങ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ടൈംസ് ഇല്ല. ആ ഒരു ടൈം റിങ് ചെയ്യുന്നത് ഈ 15-ലില്ല. സോ ആ ഒരു ടൈമും കൂടെ ആഡ് ചെയ്ത് 16 തവണ മൊത്തത്തിൽ ഇവര് ഈ 30 മിനിറ്റിൽ റിങ് ചെയ്യും. മനസ്സിലായോ? സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 16. സോ നമുക്ക് ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 3 electronic devices make a beep after every 48 seconds, 72 seconds and 108 seconds respectively. They beep together at 10 AM, the time when they will next make a beep together at the earliest is. Okay, അപ്പം 3 ഇലക്ട്രോണിക് ഡിവൈസസ് എന്ത് ചെയ്യുന്നുണ്ട്? ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് 48 സെക്കൻഡ് കൂടുമ്പോഴാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്, രണ്ടാമത്തത് 72 സെക്കൻഡ് കൂടുമ്പോൾ, മൂന്നാമത്തത് 108 സെക്കൻഡ് കൂടുമ്പോൾ. സോ അവർ ഒരുമിച്ച് 10 AM-ന് 3 പേര് ഒരുമിച്ച് ബീപ്പ് ചെയ്തു. അടുത്തത് തന്നെ അവർ ഒരുമിച്ച് എപ്പോഴാണ് ബീപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം? ഇവർ ഒരുമിച്ച് ബീപ്പ് ചെയ്യുന്ന ഇന്റർവെല്ല് കാണാൻ എന്ത് ചെയ്യുക? ഇവരുടെ LCM കാണുക. സോ 48 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 6 8 48. സോ 2⁴ × 3 വരും. 72 എന്ന് പറയുന്നത് 12 × 6 ആണ്. സോ 12 എന്ന് പറയുന്നത് 2² × 3 ആണ്. 6 എന്ന് പറയുന്നത് 2 × 3 ആണ്. സോ 2³ × 3² വരും. 108 എന്ന് പറയുന്നത് 12 × 9 ആണ്. സോ 12 2² × 3, 9 3². സോ 2² × 3³. സോ LCM എന്ന് പറയുന്നത് 2⁴ × 3³ വരും അല്ലേ? അതായത് 2⁴ 16 ആണ്, 3³ 27 ആണ്. സോ LCM എന്ന് പറയുന്നത് 16 × 27 എത്രയാ? 42 ശിഷ്ടം 4 16 7 23 432. സോ LCM എന്ന് പറയുന്നത് 432 സെക്കൻഡ് ആണ്. അതായത് ഇവർ 3 പേര് ഒരുമിച്ച് ബീപ്പ് ചെയ്യുന്നത് 432 സെക്കൻഡ് കൂടുമ്പോഴാണ്. ഇവർ ഒരുമിച്ച് ബീപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? 432 സെക്കൻഡ് കൂടുമ്പോഴാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് ബീപ്പ് ചെയ്യുന്നത്. സോ LCM എന്ന് പറയുന്നത് 432 സെക്കൻഡ് ആണ്.
സോ 432 സെക്കൻഡ് കൂടുമ്പോൾ ഇവർ ഒരുമിച്ച് ബീപ്പ് ചെയ്യും. അതായത് 10 മണിക്ക് ഇവർ ഒരുമിച്ച് ബീപ്പ് ചെയ്തു, അടുത്ത 432 സെക്കൻഡും കൂടെ കഴിയുമ്പോഴാണ് പിന്നെ അടുത്തത് ഇവർ ഒരുമിച്ച് ബീപ്പ് ചെയ്യാൻ പോകുന്നത്. അത് എപ്പോഴാണ്? 432 സെക്കൻഡ് എത്ര മിനിറ്റ് വരും? അതിനെന്ത് ചെയ്യുക? ബൈ 60 ചെയ്യുക. ബൈ 60 ചെയ്യുമ്പോൾ 7 × 60 420 ബാക്കി 12 അല്ലേ? അതായത് 10 മണി കഴിഞ്ഞ് പിന്നെ ഒരു 7 മിനിറ്റും ഒരു 12 സെക്കൻഡും കൂടെ കഴിയുമ്പോൾ പിന്നെ ബീപ്പ് ചെയ്യും. 432 സെക്കൻഡ് എന്ന് പറയുന്നത് 7 മിനിറ്റും പിന്നെ ഒരു 12 സെക്കൻഡും കൂടെ 12 സെക്കൻഡും കൂടെയാണ് 432 സെക്കൻഡ് എന്ന് പറയുന്നത്. സോ എന്താണ് അടുത്ത് ഒരുമിച്ച് ബീപ്പ് ചെയ്യാൻ പോണത്? 10 മണി കഴിഞ്ഞ് 7ാമത്തെ മിനിറ്റ് കഴിഞ്ഞ് 12ാമത്തെ സെക്കൻഡിൽ. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ 10, 7, 12 AM ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ HCF LCMന്റെ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ല എങ്കിൽ എന്താ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക. സോ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് HCF LCMലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.